എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആളെ അട്രാക്റ്റ് ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടില്ല, അവർ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 2 ഫയലുകളാണ് നൽകുന്നത്. ആ വ്യക്തിയെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്ത ഫയൽ 654 എന്ന ഫയലാണ്. നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്കൊരുപാട് ആശങ്കയുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കാൻ മാത്രം ആ വ്യക്തിക്ക് കഴിയുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ, ആ വ്യക്തിയുടെ ഇഷ്ടക്കാരനോ ഇഷ്ടക്കാരിയാകാനോ എനിക്കെന്താണ് യോഗ്യത ഉള്ളത്? മറ്റുള്ളവരിൽ നിന്നും ഞാൻ എത്രയോ പല കാര്യങ്ങളിലും പിന്നിലാണ്. എന്നെ ഏത് കാര്യത്തിലായിരിക്കും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തി സ്നേഹിക്കുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ സംശയങ്ങളും നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുള്ളപ്പോഴും നിങ്ങൾ ആ വ്യക്തി എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് അഗാധമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും നിങ്ങളുടെ ആ ആഗ്രഹം, നിങ്ങളുടെ ആ ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചതും നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെട്ടതും നിങ്ങൾ നടന്നു കാണാൻ ആഗ്രഹിച്ചതുമൊക്കെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. എപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നുള്ള അഗാധമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റാരെയും അട്രാക്റ്റ് ചെയ്യരുത്, എന്നെ തന്നെ അട്രാക്റ്റ് ചെയ്യണം, എന്നെ തന്നെ സ്നേഹിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ തേടി ആ വ്യക്തി എത്തും. നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചില്ല, നിങ്ങളെ ആ വ്യക്തി അവഗണിക്കുകയാണെന്നുള്ള നിങ്ങളുടെ തോന്നലുകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാവങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് തോന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത, നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ നന്മ, അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. ആ സ്നേഹം മറ്റാർക്കും ലഭിക്കാതെ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായ ഇഷ്ടമാണ് അവിടെ കാണുന്നത്, നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം വൃഥാവിലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ വ്യത്യാസം കൃത്യമായി അറിയാൻ കഴിയും. അടുത്തതായി 236 എന്ന് പറയുന്ന ഈ സംഖ്യ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ്. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കില്ല എന്ന് നിങ്ങളും ആ വ്യക്തിയും ഈ സമൂഹവും സാഹചര്യവും ഒക്കെ വിധി എഴുതിയതാണ്. എനിക്ക് ഒരു പ്രത്യേകതയുമില്ല, ഞാനതിനെ ആഗ്രഹിക്കാൻ തന്നെ യോഗ്യയല്ല എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ വിദൂരമായ സ്വപ്നങ്ങളിൽ ആ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് ഈ വ്യക്തിയെ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്, കൊതിക്കാറുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ കൃത്യമായി കടന്നു വന്നു. എനിക്കൊരിക്കലും ഈ വ്യക്തിയെ ലഭിക്കില്ല, കാരണം എൻ്റെ ജീവിത സാഹചര്യം അതിന് അനുകൂലമല്ല. എനിക്ക് ഈ വ്യക്തിയെ ലഭിക്കാനുള്ള ഒരു സൗഭാഗ്യവുമില്ല, എനിക്ക് ഈ വ്യക്തിയെ ലഭിക്കുകയുമില്ല എന്നിങ്ങനെയാണ് നിങ്ങൾ കരുതിയത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അപ്രതീക്ഷിതമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു, ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു, ആ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇത്രമാത്രം ലഭിക്കുന്നു, അത് ലഭിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടും. പക്ഷെ അതിൽ കാര്യമില്ല. നിങ്ങളൊരു പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. മറ്റ് നിങ്ങളെക്കാളും ഒരുപാട് യോഗ്യതകളുള്ള അനവധി ആളുകൾ ഉണ്ടായിരുന്നു ആ വ്യക്തിയെ സ്നേഹിക്കാൻ, ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ. അതുകൊണ്ട്
നിങ്ങൾ ആ വഴിക്ക് നോക്കിയില്ല, ചിന്തിച്ചില്ല. പക്ഷേ അത്ഭുതം എന്നേ പറയാനുള്ളൂ. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇതൊരു കളിതമാശയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു വിദൂര സ്വപ്നം ആയിട്ട് മനസ്സിൻ്റെ എവിടെയോ അടുത്തുണ്ടായത് മാത്രമായിരിക്കും അത്. പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ സ്വപ്ന സാഫല്യമായിട്ട് മാറുകയാണ്. നിങ്ങൾ സ്വപ്നം സ്വയം കണ്ടില്ലെങ്കിൽ കൂടിയും ആ യാഥാർത്ഥ്യങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളോട് ഒരുപാട് ആളുകൾക്ക് അസൂയയുണ്ടാകും ഒരുപക്ഷെ, ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു എന്നതിനാൽ. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് അവർ നിങ്ങളോട് അത്ഭുതത്തോടുകൂടി ചോദിക്കും. എല്ലാം യൂണിവേഴ്സിൻ്റെ കളികളല്ലാതെ മറ്റൊന്നുമല്ലാന്ന് നിങ്ങൾക്ക് മറുപടി പറയാം. അത് കൃത്യമായി നിങ്ങൾ അറിയുകയും ചെയ്യും ഉടൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.